ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് മെയ് 15 മെയ് 15 ഞാനിന്ന് രാവിലെ റേഡിയോ വെച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ഇൻ്റർനാഷണൽ ഫാമിലി ഡേ ആണ്. അപ്പോൾ ഇന്നലെ രാത്രിയാണെങ്കിൽ താഴെ മോള് പറയുന്നുണ്ടായിരുന്നു, അമ്മ ഏതെങ്കിലും ഒരു മധുരം ഭയങ്കരമായിട്ട് കഴിക്കാൻ ക്രേവിങ്സ് വരുന്നു, പുഡിങ് അമ്മ ഉണ്ടാക്കാറില്ലേ? ഞാൻ ഉണ്ടാക്കാറ് അധികം മറ്റേ മാംഗോ പുഡിങ്, പൈനാപ്പിൾ പുഡിങ്. അവൾക്കാണെങ്കിൽ ഫ്രൂട്ട് തൊടില്ലേ, അവൾ കഴിക്കില്ല. അമ്മ ഈ പുഡിങ് മറ്റേ ഫ്രൂട്ടൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു പുഡിങ് ഉണ്ടാക്കിയാലോ എന്നൊക്കെ ചോദിക്കായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ദിവസമല്ലേ, അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ കോഫി എല്ലാവരും ഉണ്ടാവില്ല. അപ്പോൾ കാരമൽ കോഫി പുഡിങ് എൻ്റേതായിട്ടുള്ള രീതിയിൽ തട്ടിക്കൂട്ട് പരിപാടിയാണ്. അത് നല്ലതാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാൻ ഇന്ന് റൈസ് കുക്കറിലാണ് ഉണ്ടാക്കണം കേട്ടോ. എൻ്റെ ഓവൻ എന്തോ ഒരു ചെറിയ കംപ്ലയിൻ്റ്, അപ്പോൾ ഒരു പേടിയുണ്ട്. അതിനകത്ത് ഇത് സാധനം ഇറക്കി വെക്കാനുള്ളൊരു പാത്രമുണ്ട്. ഇത് നമുക്ക് റൈസ് അരി വെക്കാനുള്ള പാത്രമാണ്. അതിൽ വെള്ളം വെച്ചിട്ട് അരി വെക്കാനുള്ള പാത്രം. അപ്പോൾ ഇന്ന് ഞാനൊരു ട്രൈ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യാണ് കേട്ടോ. അരക്കപ്പ് പഞ്ചസാര, ബ്രൗൺ ഷുഗർ എൻ്റെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത്, ബ്രൗൺ ഷുഗർ അല്ലാതെ വൈറ്റ് ഏത് ഷുഗർ ആയാലും മതി. എൻ്റെ ബ്രൗൺ ഷുഗർ ഉള്ളത് കൊണ്ട് മാത്രം ബ്രൗൺ ഷുഗർ ഇട്ടു. ഇനി അതിൽ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചൂട് വെള്ളം ചേർക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നന്നായി മെൽറ്റായി വരണം കേട്ടോ. കളർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് പെട്ടെന്ന് കളറാവും. അപ്പോൾ ആ കളറ് ഇങ്ങനെ വന്ന് മുഴുവൻ മെൽറ്റായി, ഷുഗറൊക്കെ മുഴുവൻ മെൽറ്റായി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഈ വെള്ളം റൈസ് കുക്കറിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ ഓവനിൽ 180 ഡിഗ്രിയിൽ ഓവനിലാണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കില്ലേ, അതുപോലെ തന്നെ ഞാൻ വെള്ളം റൈസ് കുക്കറിൽ ചോറിടുന്ന വെള്ളം അരിയില്ലാതെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. പ്രീ ഹീറ്റ് ചെയ്യണ പോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ വെച്ചു. ഈ സമയത്ത് നിങ്ങൾ ഓവനിലാണെങ്കിൽ ഓവനിൽ സാധാരണ പ്രീ ഹീറ്റ് ചെയ്തിട്ട് മറ്റേ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് വെക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ റൈസ് കുക്കറിൽ ഓണാക്കി 10 മിനിറ്റ് വെച്ച് തിളപ്പിക്കാൻ വെച്ചു. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വേറൊരു പാത്രത്തിൽ ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇടുക. അതിനകത്തേക്ക് ചൂടുവെള്ളം ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുക. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായിക്കോളും. ആ മെൽറ്റായതിന് ശേഷം അത് നന്നായി ഇങ്ങനെ ഇളക്കി മെൽറ്റാവും. മെൽറ്റായതിന് ശേഷം മെൽറ്റായതിന് ശേഷം അതിനൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, ഏത് പഞ്ചസാര, ബ്രൗൺ ഷുഗർ ആയാലും കുഴപ്പമില്ല, വൈറ്റ് ഷുഗർ ആയാലും കുഴപ്പമില്ല. എൻ്റെ ഒരു ബ്രൗൺ ഷുഗർ ഉള്ള കാരണം ബ്രൗൺ ഷുഗറും പിന്നെ ഒരു 4 മുട്ടയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ബീറ്റർ വെച്ചിട്ട്, ഞാൻ ബീറ്ററൊന്നും വേണ്ട, സാധാ സ്പൂണായാലും മതി. എൻ്റെ കയ്യിൽ ഞാൻ ബീറ്റർ ഉള്ളത് കൊണ്ട് വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടി ബീറ്റർ എടുത്തു എന്നുള്ളൂ. അതെടുത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഈ കോഫി പൗഡറും പഞ്ചസാരയും, പൊടിച്ച പഞ്ചസാര ചേർക്കണത്, പിന്നെ വാനില എസൻസ് ഒരു ടീസ്പൂൺ ചേർക്കുക. 4 മുട്ടയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് പോലെ ആവണം കേട്ടോ. അതിനകത്തെല്ലാം നന്നായി ബ്ലെൻഡ് ആവണം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നത്, നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്ത സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ പുഡിംഗ് ട്രേയിൽ ആക്കി അടിയിൽ ബേസാക്കി വെക്കണം കേട്ടോ. അതിന് നമ്മൾ ഈ മിക്സിങ്ങിലേക്ക് 1/4 കപ്പ് നല്ല ഫ്രഷ് മിൽക്ക് ഒഴിക്കുക. അതും കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്യുക. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം, നല്ലോണം മിക്സായി വരണം കേട്ടോ. ഇനി ഈ മിക്സിയിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പും ഇതിന് ഞാനൊരു ചോക്ലേറ്റ് ഫഡ്ജ്, കഴിഞ്ഞ ആഴ്ച ഒരു ഐസ്ക്രീം വാങ്ങിയപ്പോൾ ചോക്ലേറ്റ് ഫഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഒരു വഴിക്ക് പോവല്ലേ, അപ്പോൾ അതും കൂടെ അതിനകത്ത് ചേർക്കാമെന്ന് വിചാരിച്ചു. മിക്സ് ഏതാണെന്ന് വെച്ചാൽ വെറുതെ ആവണ്ടല്ലോ, അപ്പോൾ അത് വേസ്റ്റ് ആയിരിക്കേണ്ട. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തു. അത് നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല കേട്ടോ, ഞാൻ ഉള്ളത് കൊണ്ട് മാത്രം ചെയ്തതാണ്. അതിന് നമുക്ക് ഈ മിക്സ്, ഈ കാരമലൈസ് ചെയ്ത് വെച്ചേക്കണ പുഡിംഗ് ട്രേ ഉണ്ടല്ലോ, അതിലേക്ക് അതിൻ്റെ മീതയിൽ ഒഴിച്ച് വെക്കാം കേട്ടോ. അടിയിൽ മറ്റേ ബേസ് കിട്ടുമല്ലോ, കാരമലൈസ് ചെയ്തതിൻ്റെ ബേസ് കിട്ടും. അപ്പോൾ ഈ ട്രേയിലേക്ക് ഈ മിക്സ് ഒഴിക്കുക. ഇനി നമുക്കതിനൊരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. കാര്യം ആവിയിൽ ആക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റീമിൻ്റെ ഇത് വെച്ച് വെള്ളമൊക്കെ വരുമല്ലോ, ആ വെള്ളം വരാതിരിക്കാനായിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് വെക്കുക. ഇനി ഇത് നമുക്ക് ആവിയിൽ വെക്കുമല്ലോ, നമ്മൾ അപ്പച്ചമ്പിലായാലും വെക്കാം കേട്ടോ. അടുപ്പിൽ ഗ്യാസ് സ്റ്റൗമ്മ വെച്ച് നമുക്ക് അപ്പച്ചമ്പിൽ വെക്കുന്ന പോലെ വെച്ച് കവർ ചെയ്യണം എന്ന് മാത്രം. മീതെ ഈ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്, പക്ഷെ അത് വർക്കായി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുക്കറിൻ്റെ താഴെ അരി വെക്കുന്ന പാത്രമാണ്, അതിൽ വെള്ളം ഒഴിക്കും. ഇപ്പോൾ അരി വെച്ചിട്ടില്ല, വെള്ളം മാത്രം മീതെ തിളപ്പിക്കാൻ ഞാൻ മുമ്പ് വെച്ചു 10 മിനിറ്റ്. എന്നുവെച്ചാൽ ഇതിന് ശേഷം നമ്മൾ ആ സ്വിച്ച് ഓണാക്കും. ഇത് മുകളിൽ ഈ ഇത് വെച്ച് കഴിഞ്ഞിട്ട്, അതായത് പുഡിങ്ങിൻ്റെ മിക്സ് വെച്ച് സ്വിച്ച് ഓണാക്കി. ഇത് കഴിഞ്ഞൊരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയത് കേട്ടോ. അപ്പോൾ എടുത്തപ്പോൾ എൻ്റെ കറക്റ്റ് വെന്തിരുന്നു. ആവിയിൽ വേവിക്കുകയാണെങ്കിൽ 30 മിനിറ്റ് മതിയാവുമായിരിക്കും, ഓവനിലായാലും 30 മിനിറ്റ് മതിയായിരിക്കും.
ഇതിൽ ഈ റൈസ് കുക്കറിൽ 30 മിനിറ്റ് മതിയായിരുന്നു. പക്ഷേ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് 40 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് എടുത്ത് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വെന്തൂന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇത് പുഡിംഗ് ട്രേയിൽ വെച്ച് ഇനി അത് ഫ്രീസ് ചെയ്യാൻ വെക്കണേ, ഫ്രിഡ്ജിൽ വെക്കണം. നല്ല ഭംഗി ലുക്ക് വൈസ് നല്ലതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി വലിയ കുഴപ്പമുണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇത് നമുക്ക് ഇപ്പോൾ ചൂടുണ്ടല്ലോ, ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിക്കാം. 1 മണിക്കൂറൊക്കെ തണുപ്പിച്ചാൽ തന്നെ ആവും. 2, 3, 4 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഞാൻ നേരത്തെ ചോക്ലേറ്റ് ഫഡ്ജ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ കുറച്ച് കിറ്റ്കാറ്റിൻ്റെ ചിപ്സും ഉണ്ടായിരുന്നു. അതും വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ച് ഒരു ഡെക്കറേഷന് വേണ്ടി അത് എൻ്റെ രീതിയിൽ ഞാൻ വെറുതെ ഇട്ടതാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ അത് തിന്ന് തീർക്കണം. ഇതിപ്പോൾ എല്ലാവരുമായിട്ട് തീർക്കുമല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് മധുരം കഴിക്കുന്നത് കാരണം ഇതിൻ്റെ മീതിട്ട് എല്ലാവരും കൂടി സ്പ്ലിറ്റായിട്ട് കഴിക്കുമല്ലോ വെച്ചിട്ട് ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്തത് വെച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടൊന്ന് ഞാൻ പീസാക്കി നോക്കി. അപ്പോൾ ശരിക്കും നല്ല ഇങ്ങനെ ജിഗിൾ പോലത്തെ പീസായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി അവർക്ക് നോക്കാം, അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇങ്ങനെയുണ്ടെന്ന് പറയുന്നത് നല്ലതാണോ? അമ്മരെ സക്സസ് ആയെന്നാണ് പറയുന്നത്. റൈസ് കുക്കറിൽ ഉണ്ടാക്കിയ പുഡിംഗ് സെറ്റ് എന്നാ പറയണേ. പുഡിംഗ് സെറ്റ് നമ്മൾ പറയുന്നുണ്ട്, നോക്കാല്ലേ. തള്ളല്ലോ, എനിക്കിഷ്ടമായി. പൊളിയല്ലേ? എനിക്കിഷ്ടം പറഞ്ഞു. ഇന്ന് ഇന്റർനാഷണൽ ഫാമിലി ഡേ ആയതുകൊണ്ട് അമ്മ ഉണ്ടാക്കി ഞങ്ങൾക്ക് വേണ്ടി ഒരു കാരമൽ കോഫി പുഡിംഗ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ശരിക്കും ഇവിടെ കോഫി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഇറ്റ്സ് നൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുഡിങ് കുഴപ്പമുണ്ടായില്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ലതാണ്, ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കാവുന്നതായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.